ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഉണ്ണിക്കണ്ണനെ കാണാനെത്തിയ മഹാദേവൻ്റെ കഥയറിയാമോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു കുഞ്ഞായി ഭൂമിയിൽ അവതരിച്ച് യശോദാമ്മയുടെ കൈകളിൽ എത്തിയ നിമിഷം ലോകനാഥനായ മഹാദേവന് തൻ്റെ പ്രിയപ്പെട്ട നാരായണനെ ഒരു നോക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. ഒരു സാധാരണ ഋഷിമുനിയുടെ വേഷത്തിൽ ഭസ്മക്കുറി അണിഞ്ഞ് രുദ്രാക്ഷമാലയണിഞ്ഞ് മനസ്സിൽ നിറയെ ഭക്തിയും സ്നേഹവുമായി മഹാദേവൻ ഗോകുലത്തിലേക്ക് യാത്ര തിരിച്ചു. ഗോകുലത്തിലെത്തിയ മഹാദേവൻ മാതാ യശോദയുടെ വീടിൻ്റെ മുന്നിലെത്തി. വാതിൽക്കൽ കാവൽ നിന്നവരോട് മഹാദേവൻ തൻ്റെ ആഗമന ഉദ്ദേശം അറിയിച്ചു. എന്നാൽ യശോദാമ്മയ്ക്ക് അപ്പോൾ കുറച്ച് ആശങ്കകളുണ്ടായിരുന്നു. തൻ്റെ ഉണ്ണിക്കണ്ണൻ പിറന്നതിനു ശേഷം ഗോകുലത്തിൽ പല അസാധാരണമായ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു. പൂതനയുടെ വരവും മറ്റു ദുഷ്ടശക്തികളുടെ ആക്രമണവുമെല്ലാം യശോദാമ്മയെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നു. അല്ലയോ ഋഷിമുനി, എൻ്റെ മകൻ പിറന്നതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് അപരിചിതരായവരെ എൻ്റെ കണ്ണനെ കാണിക്കാൻ പേടിയാണ്, യശോദാമ്മ വിനയപൂർവ്വം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാദേവൻ നിരാശനാകാതെ കണ്ണനെ കണ്ടിട്ടേ മടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തോടെ ഇരുന്നു. വീടിന് പുറത്ത് ശാന്തനായി രാമനാമം ജപിച്ച് അദ്ദേഹം ധ്യാനത്തിലിരുന്നു. ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ആ ദിവ്യപുരുഷൻ കണ്ണൻ്റെ ദർശനത്തിനായി കാത്തിരുന്നു. ഇതേ സമയം മഹാദേവൻ തനിക്കായി കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ ഉറക്കെ കരയാൻ തുടങ്ങി. ആർക്കും കണ്ണനെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. യശോദാമ്മയും നന്ദഗോപരും പരിഭ്രാന്തരായി. നന്ദഗോപർ യശോദാമ്മയോട് പറഞ്ഞു, ഞാൻ ആ ഋഷിവര്യനെ അകത്തേക്ക് വിളിക്കാം. അദ്ദേഹം സാധാരണക്കാരനായ ഒരാളല്ല, രാമനാമം ജപിക്കുന്ന ദിവ്യനായ ഋഷിമുനിയാണ്. നന്ദഗോപർ പറഞ്ഞു. നന്ദഗോപർ മഹാദേവനെ ആദരപൂർവ്വം വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മഹാദേവൻ വീടിനകത്തേക്ക് പ്രവേശിച്ചതും അത്ഭുതമെന്നു പറയട്ടെ, ഉണ്ണിക്കണ്ണൻ കരച്ചിൽ നിർത്തി. കണ്ണൻ്റെ ആ ചെറിയ മുഖത്ത് മനോഹരമായ പുഞ്ചിരി വിടർന്നു. ഇത് കണ്ടപ്പോൾ നന്ദഗോപർ യശോദാമ്മയോട് കണ്ണനെ മഹാദേവൻ്റെ കൈകളിൽ കൊടുക്കുവാൻ പറഞ്ഞു. യശോദാമ്മ നിറഞ്ഞ മനസ്സോടെ കണ്ണനെ മഹാദേവൻ്റെ കൈകളിൽ കൊടുത്തു. കണ്ണനെ കൈകളിൽ ഏറ്റുവാങ്ങിയതും മഹാദേവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. താൻ കാത്തിരുന്ന നിമിഷം സഫലമായ നിർവൃതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചു. തൻ്റെ പ്രിയപ്പെട്ട നാരായണന് അദ്ദേഹം ഒരു മനോഹരമായ സമ്മാനം നൽകി, ഒരു ഓടക്കുഴൽ. പിന്നീട് ഈ ഓടക്കുഴലിൽ നിന്നുള്ള സംഗീതം ലോകത്തെ മുഴുവൻ ആകർഷിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്തു. താൻ ആദ്യം പേടിച്ചു പോയതിന് മഹാദേവനോട് യശോദാമ്മ മാപ്പ് ചോദിച്ചു. മഹാദേവൻ ഇതിന് മറുപടി നൽകി. മാതേ, ഒരമ്മയുടെ കടമ നിങ്ങൾ കൃത്യമായി നിർവഹിച്ചു. മാതേ, നിങ്ങളെപ്പോലെ ഒരു മാതാവിനെ കിട്ടിയ എൻ്റെ കണ്ണൻ ഭാഗ്യവാനാണ്. ഇത് കേട്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ മഹാദേവനോട് പറഞ്ഞു, മഹാദേവ, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഇതാണ് ഇന്നത്തെ കഥ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.